ഹായ്, എന്തെല്ലാന്ന് നമ്മളെ ഈ ബസ്സിൻ്റെ സൈഡ് ബോഡി വരയ്ക്കുന്നതും ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ കയറുക, പോയിട്ട് കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഈ ബസ്സിൻ്റെ ഫ്രണ്ട് കൗള് പക്ക അളവിൽ, അതായത് 15 സെൻറ്റിമീറ്ററിൽ വരുന്ന ഫ്രണ്ട് കൗള് വരയ്ക്കലും വെട്ടലും അതേപോലെ തന്നെ ബാക്ക് ഭാഗവും ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു പോർഷനാണ് ഫ്രണ്ട് കൗൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒടിവ് എങ്ങനെയാണ് വരുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 15 സെൻറ്റിമീറ്ററിൽ ചെയ്യുമ്പം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. അപ്പം അതിൻ്റേതും കൂടി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലൊക്കെ അങ്ങ് എടുക്കാം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടതുപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ വരുന്ന ഡീലക്സിൻ്റെ ഫ്രണ്ടും ബാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് കൗൾ എത്ര എടുക്കണം എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. നമ്മളിവിടെ 15 സെൻറ്റിമീറ്റർ വരച്ചിരിക്കുകയാണ്. കറക്റ്റ് 15 സെൻറ്റിമീറ്റർ എക്സ്ട്രാ നമ്മൾ ഇപ്പുറത്തേക്ക് 1 സെൻറ്റിമീറ്റർ കൂട്ടി വരച്ചിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡ് കൂട്ടി വരച്ചിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ കൗള് നമ്മൾ ഇങ്ങനെ കർവായിട്ട് വരുമ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് കൂട്ടി വരച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ സെൻറ്റർ എന്താ പറയുക, ഒരു സെൻറ്റർ മാർക്ക് ചെയ്യുക. 15ൻ്റെ നേരെ ഡിവൈഡ് ചെയ്ത് 7 മാർക്ക് ചെയ്യുക. അതിൻ്റെ അതായത് അതിൻ്റെ ബമ്പറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ആദ്യം ഒരു ലൈന് വരക്കുക. 16 സെൻറ്റിമീറ്റർ വീതിയിലെടുക്കുക, ഒരു ലൈന് വരക്കുക. 2 സെൻറ്റിമീറ്റർ പൊക്കം, അതാണ് ബമ്പറിൻ്റെ ഹൈറ്റ് വരുന്നത്. 2 സെൻറ്റിമീറ്റർ വരും. ഫ്രണ്ട് ഗ്രില്ല് മാത്രം 7 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്, ബമ്പറിൻ്റെ മുതൽ ഗ്ലാസിൻ്റെ അത് വരെ. ഓക്കെ, അപ്പോൾ 2 സെൻറ്റിമീറ്റർ അവിടെ പോയി. 2 സെൻറ്റിമീറ്റർ നമ്മൾ ബമ്പറിന് മാത്രം പോയി. ഇനി ഗ്രിൽ പോർഷൻ നമ്മൾ വരക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ത്രികോണാകൃതിയാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത്. അതെങ്ങനെ വരക്കുന്നത് ഞാൻ കിടിലം പോലെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നമ്മളൊരു ത്രികോണാകൃതി വരണമെങ്കിൽ 4 സെൻറ്റിമീറ്റർ നമ്മൾ ഹൈറ്റ് വെച്ചു. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ബോട്ടം സൈഡിലുള്ള വീതി, അത് നമുക്കിവിടെ 5 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. 5 സെൻറ്റിമീറ്ററും ഈ ഒരു ടോപ്പ് ഭാഗത്തിൽ നമ്മൾ 6 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. അപ്പോൾ വേറെ തന്നെ ഒരു സ്ക്വയർ അല്ലാതെ വേറെ ഒരു ത്രികോണം പോലെ ഫീൽ ചെയ്യുന്നൊരു സ്ക്വയറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഒരു പെൻസിൽ ഉപയോഗിക്കുന്നതായിരിക്കും അത്രയും നല്ലത്. ഞാൻ പെന്ന് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പെൻസിൽ കൊണ്ട് ചില സമയത്ത് നമുക്ക് ചിലതാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പേന യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പെൻസിൽ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മളെ ഫസ്റ്റ് പാർട്ട് സൈഡ് ബോഡിയൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാർട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രിൽ പോർഷനെ നമ്മുടെ ഈ കർവ് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മളൊരു ബാറ്ററി വെച്ചിട്ടാണ്. ഈ ബാറ്ററി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ വരക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ബാറ്ററി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇത് നല്ലൊരു ഈസി മെത്തേഡ്. ഇത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ജസ്റ്റ് ഏകദേശം നമുക്ക് അതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വരയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. അകത്തുള്ള പോർഷനും ഇതേപോലെ ബാറ്ററി അല്ല ഉപയോഗിക്കേണ്ടത്. അകത്തുള്ള പോർഷനും നമുക്ക് വേറൊരു സാധനമുണ്ട്, അത് കാണിച്ചു തരാം. നമ്മുടെ പേന ഉണ്ടല്ലോ, പേനയുടെ പിറക് വശത്തുള്ള നമ്മൾ ഈ ഒരു ടോപ്പ് അയച്ചെടുക്കുക. അതാണ് നമ്മുടെ അകത്തുള്ള ഗ്രിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കൽ മാത്രമല്ല, അതിന് നമ്മൾ 3D കാണുന്ന പോലെ അതിന് നമ്മൾ വെട്ടിയെടുക്കുകയും വേണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ വരച്ചെടുക്കുക ആദ്യം, അതിനുശേഷം ബാക്കി പരിപാടി. ഇനി നമുക്ക് ടോപ്പ് ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വരക്കാം. അതും കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രിൽ പോർഷൻ കംപ്ലീറ്റ്. ബാക്കി ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യാനുണ്ട്. നമ്മൾ ഈ പേനയുടെ ടോപ്പ് എടുത്തിട്ട് ഇതേപോലെ കറക്റ്റ്. അപ്പോൾ കണ്ടില്ലേ, ശരിക്കും നമുക്ക് ആ ഗ്രില്ലിൻ്റെ ആ ഒരു ഫീലിനെ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും എന്താ പറയുക, നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിനെ നമ്മൾ കുറച്ച് ഡൈവേഷൻ കൊടുക്കുക. നമ്മൾ ഒറിജിനൽ ചില വണ്ടികൾക്ക് ഗ്രില്ലിൻ്റെ ആ ലൈൻസൊക്കെ വളരെ ഷോർട്ടായിരിക്കും. നമുക്ക് ആ ഫോട്ടോസ് നോക്കിയിട്ട് അതേപോലെ അങ്ങ് വരക്കാം. നമ്മളിവിടെ ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ട് 1.3 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് എടുത്തേക്കുന്നത്. ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ട് ഹൈറ്റ് 1.3 സെൻറ്റിമീറ്റർ. അത് നേരെ ഒരു വര വരച്ചാൽ അത് കുഴപ്പമില്ല. പിന്നെ 15 സെൻറ്റിമീറ്ററിന് ഇങ്ങോട്ടേക്ക് ഒരു നീളത്തിൽ ഒരു വര വരക്കുക. അതിൻ്റെ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ഔട്ടർ ഡയ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്.
അപ്പോൾ 5 mm നമ്മൾ കോമ്പസ് വെച്ച് റൗണ്ട് വരയ്ക്കേണ്ടതാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് സംഭവം കിട്ടും. ബാറ്ററി ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയത്, അപ്പോൾ അത് അതിനെക്കാട്ടി കുറച്ച് ചെറുതാണ് ഹെഡ്ലൈറ്റൊക്കെ. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പല രീതിയിലുള്ള ഫ്രണ്ട് വരുന്നുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്നത് അശോക് ലേലാൻഡിൻ്റെ മോഡലാണ്. കുറച്ച് പഴക്കമുള്ള മോഡലാണ്, വലിയ പഴക്കമൊന്നുമില്ല, കുറച്ചിപ്പോൾ കളിക്കുന്ന സാധനം. അപ്പോൾ ഈ ബാറ്ററി വെച്ച് നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ വരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ലൈലാൻഡ് രണ്ട് ടൈപ്പിൽ വേറൊരു ടൈപ്പ് മോഡലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഹെഡ്ലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 സെന്റിമീറ്റർ വെച്ച് വരക്കാം. ഇത് വേളാങ്കണ്ണി എന്നൊക്കെ പറഞ്ഞ ആ വണ്ടി ഉണ്ടല്ലോ, വേളാങ്കണ്ണിയിലൊക്കെ പോകുന്നത് ആ ടൈപ്പ് സൂപ്പർ എക്സ്പ്രസ് ആ ടൈപ്പിൻ്റെ ഫ്രണ്ടാണിത്. പക്ഷെ നമുക്ക് ഡീലക്സിൽ ഇതേപോലെയുള്ള ടൈപ്പ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നല്ലോ, അതാണ്. അപ്പോൾ 2 വണ്ടിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട് വെട്ടുകയാണ്. അപ്പോൾ മറ്റേത് ഞാൻ ഓൾറെഡി വരച്ച് വെച്ചതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിളാണ്. ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ വരച്ചു, ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് നോക്കി വരയ്ക്കുക. അതിനൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫോട്ടോ ഒക്കെ നോക്കി വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കിട്ടും അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ഒരു എന്താ പറയുക ഒറിജിനാലിറ്റി ഉള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. ഇവിടെയൊക്കെ നമ്മൾ ഫോഗ് ലാമ്പാണ് വരുന്നത്, ഈ 2 ഭാഗത്ത് ഫോഗ് ലാമ്പ് വരുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഫ്രണ്ട് കൗൾ ഉണ്ടാക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ. അതിന് അടുത്തായിട്ട് നമുക്ക് ബാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യുക. മിനിയേച്ചർ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം അവർ ചിലപ്പം ഇങ്ങനെയുള്ളൊരു വീഡിയോ, ഇങ്ങനെയുള്ളൊരു സംഭവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു വീഡിയോ ആയി തീരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളെ വിലയേറിയ കമൻറ്റും വിലയേറിയ സപ്പോർട്ടും ഇനിയും വേണം, തീർച്ചയായിട്ടും വേണം. ഇനി അങ്ങോട്ട് നമ്മൾ അടിപൊളി വീഡിയോസാണ് വരാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോസ് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു കുറച്ചും കൂടി പ്രചോദനം കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് നല്ല കമൻറ്റുകളൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സന്തോഷം കിട്ടുമല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് കൗളിൻ്റെ ജസ്റ്റ് എന്താ പറയുക ചെറിയൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത്രയും സിമ്പിളായിട്ട് ഇനി കാണിച്ചു തരാൻ പറ്റും. ഇതിൽ സിമ്പിളായിട്ട് വേറെ വീഡിയോ ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഈ ഒരു വീഡിയോ. എന്നാൽ അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ട് കൗള് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിത് നമ്മൾ ബസ്സിലോട്ട് ഒട്ടിക്കുന്ന സമയത്തുള്ള ബാക്കി പ്രൊസീജിയറാണ്. അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചിരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതേപോലെ നല്ല രീതിയിൽ പെർഫെക്ഷനോട് കൂടി കട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് അടുത്ത് ബാക്ക് കൗൾ ഉണ്ടാക്കാം, ബാക്ക് ബോഡി. നമ്മളിതേപോലെ 15 സെൻറ്റിമീറ്റർ കറക്റ്റാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഫ്രണ്ട് കൗളിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പോലെ അങ്ങനെ എക്സ്ട്രാ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ കൗളല്ല, അത് അങ്ങനെ എന്താ പറയുക ഒരു റൗണ്ടായിട്ട് വരുന്നതല്ല, അവർക്ക് സ്ട്രൈറ്റ് ആണ്. നമുക്കിതിന് ഞാൻ ഉപയോഗിക്കുന്നത് പെൻസിൽ, റബ്ബർ, പെന്ന് ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി വീഡിയോ പർപ്പസിന് വേണ്ടി വരച്ച് വെച്ചേക്കാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വീതി വന്നേക്കുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. സ്കെയിൽ ചെറുങ്ങനെ ചെരിഞ്ഞു പോയി, നിങ്ങൾ സീനാക്കണ്ട, കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത് 14.2. അപ്പോൾ നിങ്ങൾക്ക് 14 പോയിന്റ് എങ്ങനെയുള്ള വരുന്നതെന്ന് അത് പറഞ്ഞുതരാം. നിങ്ങൾ 15 സംഭവം വരക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. 14 പോയിന്റ് എന്ന് വെച്ചാൽ ബാക്കിലൊരു ചെറിയൊരു ചായ്വ് വരുന്നില്ല, പൊന്തൽ, സാധാരണ എല്ലാ ബസ്സിനുള്ളവരെ, അതുകൊണ്ടാണ് 14.2 വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ നേരെ സെൻറ്റർ പിടിക്കാം. 15ൻ്റെ നേരെ സെൻറ്റർ 7. 2 ഭാഗം അപ്പുറം ഇപ്പുറം മിറർ പോലെയാണ് നമ്മൾ ഇതിൻ്റെ ഇമേജ് നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. ഇതിൻ്റെ ബീഡിങ് എന്ന് പറയുമ്പോൾ മോനെ പൊളിയാണ്. ബീഡിങ് 3.2 സെൻറ്റിമീറ്റർ വെച്ചൊരു വരങ്ങ് വരക്കാം. അപ്പോൾ നമുക്ക് എന്താ ബീഡിങ് ആണ്ട സാധനം കിട്ടി. ഇനി ബീഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മളെ നെയിം ബോർഡ് ഉണ്ടല്ലോ,
അതിലോട്ടേക്ക് കിടക്കാം. 3.2 ഹൈറ്റിൽ നമ്മളൊരു ലൈന് വരയ്ക്കുകയാണ്. അപ്പം വീഡിയോ ശ്രദ്ധിച്ച് കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറന്നോല്ലേ. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനൊരു ഒരു മജ കിട്ടും. അപ്പം ഒരു ലൈന് വരച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഫോർ mm നമ്മളിവിടെ ഒരു 4 mm വിട്ട് 4 or 5 വിട്ട് വെക്കാം. സോറി, മാറിപ്പോയതാണ്. 8 mm ആണ് നമുക്ക് വേണ്ടത്. 8 mm വിട്ട് നമ്മളൊരു ലൈന് വരച്ച് 1.2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ബോർഡ് വരുന്ന ആ ഒരു പോർഷൻ വരയ്ക്കുകയാണ്. അപ്പം നെയിം ബോർഡിന് വന്നേക്കുന്നത് 1.4 സെൻറ്റിമീറ്റർ ഹൈറ്റും 5.5 സെൻറ്റിമീറ്റർ വീതിയാണ് വരുന്നത്. പക്ക അളവാണ്. ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്ത് വെച്ചാണ്. അപ്പം വീഡിയോന് വേണ്ടി സൗണ്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞു തരില്ല നിങ്ങൾക്ക് ഒരിക്കലും. പക്ക അളവാന്ന് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ടോപ്പിൽ നമ്മൾ 8 mm ആദ്യം വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ മറന്നുകൊണ്ട. നമ്മൾ ഇതേപോലെ നെയിം ബോർഡിൻ്റെയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ ഗ്ലാസ് ആണ് വരയ്ക്കാൻ പോകുന്നത്. നമുക്കടുത്തായിട്ട് നമ്മൾ നെയിം ബോർഡിൻ്റെ ഇത് വരച്ചു. അതിന് അടുത്തായിട്ട് നമ്മളിവിടെ നമ്മുടെ ബാക്കിലത്തെ ഗ്ലാസ് വരയ്ക്കുകയാണ്. ആ ഗ്ലാസിൻ്റെ വീതി എന്ന് പറയുന്നത് 7.2. 7.2 ഗ്ലാസിൻ്റെ വീതി. ഓക്കെ, നമ്മൾ സെൻറ്ററായിട്ട് എടുത്തതാണ്. അപ്പം 7.2 എന്ന് പറയുമ്പോൾ 3.6 വരും. 3.6 അപ്പുറത്തെ സൈഡ്, 3.6 ഇപ്പുറത്തെ സൈഡും. അങ്ങനെയാണ് അതിൻ്റെ സെൻറ്റർ വരിക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8.9 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത്. ക്വാർട്ടർ ഗ്ലാസിൻ്റെത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ബാക്കിലത്തെ ഗ്ലാസ് 7.2 സെൻറ്റിമീറ്റർ വീതി വരുന്നുണ്ട്. 8.9 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, അങ്ങനെയുള്ള ആ ഒരു അളവുകളൊക്കെ നല്ല രീതിയിലൊന്ന് എഴുതി വെക്കാം. ഈ വീഡിയോ കണ്ട് പോകലല്ല, എഴുതി വെക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ അളവ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അത് സോറി. നമ്മളിതിൻ്റെ വീതി എന്ന് പറയുന്നത് 8.9ഉം ഹൈറ്റ് എന്ന് പറയുന്നത് 7.2 ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്, സോറി. അപ്പോൾ അതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് വരയ്ക്കാം. ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറയുമ്പം അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4.4ഉം താഴെയിലത്തെ വീതി എന്ന് പറയുന്നത് 1.5ഉം മുകളിലത്തെ വീതി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ. അപ്പം ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവല്ലോ. നമ്മളിതിൻ്റെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ, അതായത് നമ്മളൊരു ആർച്ച് പോലെയല്ലേ ആ ആർച്ച് പോലുള്ള ആ പൊസിഷന്, അതായത് ആ കോണുണ്ടല്ലോ, ആ കോണിനൊക്കെ അളവുണ്ട്, പക്ക അളവുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ സൈഡിലത്തെ ലൈന് വരച്ച ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് വരക്കുക. പിന്നെ നമ്മൾ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിന് കണക്കായിട്ടായിരിക്കും നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു പോർഷനും നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സിഗ്നലിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നത്. അത് 2 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വീതി വന്നേക്കുന്നത്. ഹൈറ്റ് ഏകദേശം നമുക്ക് പല വണ്ടിക്കും പല അളവാണ്. ഹൈറ്റ് നമുക്കൊരു ഫോട്ടോ നമുക്കൊന്ന് ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്തിട്ട് മാക്സിമം അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രമിക്കാം. പല വണ്ടിക്കും പല രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് അതുകൊണ്ട് കൃത്യമായൊരളവ് ഇതിന് ഇല്ല, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതിനടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, സെൻറ്ററിൽ എപ്പോൾ നമ്മൾ വീതി 15 സെൻറ്റിമീറ്റർ ആണ്. പക്ക 15, ഇവിടെ തൊട്ട് ഇവിടം വരെ. ഓക്കെ, 15 സെൻറ്റിമീറ്റർ കിട്ടി.
ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് വരുമ്പോൾ നമുക്കൊരിക്കലും 15 ഉണ്ടാകാം, അവിടെ 14.6. അതുകൊണ്ടാണ് താഴ്ഭാഗത്ത് ചെറിയൊരു പൊടിക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊടി 14.6 സെൻറ്റിമീറ്ററിൽ ഒന്നിങ്ങനെ ചരിച്ച് വരക്കാം. സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അളവാണ്, സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അളവ്. അതിന് ടോപ്പിലേക്ക് എത്തുമ്പോൾ അത് പിന്നെയും കുറയും, 13.8 സെൻറ്റിമീറ്റർ ആവും. 13.8 സെൻറ്റിമീറ്റർ ആവും. 8 സെൻറ്റിമീറ്റർ ആക്കി നമ്മളിങ്ങനെ ഒരു ലൈന് വരക്കാം. ഇങ്ങനെ ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്ററിൻ്റെ കള്ളിയാണ്, പക്ക കള്ളിയാണിത്. അപ്പം ഈ കോണ് കണ്ടോ, ഈ കോണിൽ ആ ആർച്ച് കിട്ടണം. അങ്ങനെയാണ് അതിൻ്റെ ആർച്ചിൻ്റെ ഷേപ്പ് വന്നേക്കുന്നത്. അത് 13.8 സെൻറ്റിമീറ്റർ അവിടെ ആ ഒരു വീതി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ വരക്കുന്ന മെത്തേഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വരക്കുന്ന മെത്തേഡ് വരിക. അപ്പോൾ അത് ആ ഒരു നമ്മളെ ബാക്കിലത്തെ മെയിൻ ഗ്ലാസിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈൻ ഉണ്ടല്ലോ, ഞാൻ ആദ്യം 8 mm താഴോട്ടേക്ക് താത്തിയിട്ട് വരച്ച ആ ലൈന് മുതൽ താഴേൽ വരെ 14.2 സെൻറ്റിമീറ്റർ ഹൈറ്റേ വരും. അതിൻ്റെ അപ്പുറമില്ല ഇപ്പുറമില്ല, ഒരു രക്ഷയില്ലാത്ത അളവാണ്. അപ്പോൾ ചെറിയ നമുക്ക് ക്വാർട്ടർ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെയുള്ള പൊടിക്ക് ചെറിയൊരു കർവൊക്കെ ഉണ്ടാവും. ഈ സൂപ്പർ എക്സ്പ്രസ്, ഡീലക്സ്, മിന്നൽ, ശബരി അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ പൊടിക്ക് ലൈനൊക്കെ ഇങ്ങനെ ഒരു കർവ് പോലെ വരാണ് അതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ്സൊക്കെ. അപ്പം അത് ജസ്റ്റ് നമ്മളൊരു ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. ചില വണ്ടികൾക്ക് സ്ക്വയർ ആയിരിക്കും. നമ്മൾ സൂപ്പർ ഫാസ്റ്റ് മലബാർ, വേണാട് അങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം ഒരു സ്ക്വയർ രൂപത്തിലുള്ള ഒരു ടൈപ്പ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് ഒരു കർവായിരിക്കും. ചില വണ്ടികൾക്ക് മാത്രം അത് സ്ക്വയർ വരും. അപ്പം നമ്മളെ വീഡിയോ ഏകദേശം ആയിട്ടുണ്ട്. ബാക്കി കട്ടിങ് ആണ്. കട്ടിങ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സമാധാനത്തിൽ കട്ട് ചെയ്യുക, തിരക്ക് കൂട്ടാണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട് കൗളും ബാക്കും ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. അതുപോലെ മിനിയേച്ചർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ ചാനൽ കണ്ടിട്ട് കാര്യമുള്ളൂ, വേറെ ഒരാൾക്കും ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കാര്യം വരുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങളെ ഫാമിലീസിലോ റിലേറ്റീവ്സിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലുമൊക്കെ മിനിയേച്ചർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ. അപ്പം ആരായിക്കഴിഞ്ഞാലും ഈ വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ വേറെ ഒരു വൈബാണ്. അപ്പം അങ്ങനെയുള്ള എന്ത് ചെയ്യുക, വണ്ടി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാക്കാം. അതിന് ആരും ടാക്സ് കൊടുക്കണ്ട, എന്താ പറയുക, പോലീസ് ആരും പഠിപ്പിക്കണ്ട, അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളേതായ രീതിയിൽ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. അതിനാരും നമ്മൾ ചോദ്യം ചെയ്യില്ല. അത് നമ്മളേതായ ഇഷ്ടമാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. അപ്പം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മിനിയേച്ചർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് മാത്രമേ ഞാൻ റിപ്ലൈ തരുള്ളൂ. അപ്പം സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിന് കണക്കായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.